ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. രേണുവിൻ്റെ വീഡിയോ ഒരെണ്ണം ഇന്നലെ ഞാൻ കണ്ടപ്പോൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റുകൾ വന്നു, അതിനുള്ള മറുപടിയും പിന്നെ രേണു വന്നിട്ട് ഇട്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഒരു റിപ്ലൈയും മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തത്. കാര്യം വീഡിയോ യൂട്യൂബിൽ ആര് കൊണ്ടുവന്നിട്ടാലും പബ്ലിക്കിലാണെങ്കിൽ ചിലർ റിയാക്ട് ചെയ്യില്ല, കമൻറ്റ് രൂപത്തിൽ റിയാക്ട് ചെയ്യും. വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് ആണെങ്കിൽ അതൊരു കണ്ടന്റ് തന്നെയാണ്, അതെടുത്തിട്ട് വീഡിയോ ചെയ്യും, അത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അത് എൻ്റെ ചാനൽ കേട്ടോ. ഒരു ഹൈപ്പ് കൂടെ തന്നേക്കൂ. ശേഷം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എങ്ങനെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. നമ്മുടെ സ്ഥിര റിയാക്ഷൻസ്. ഞാൻ ഇന്നലെ രേണുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടിരുന്നു. ഞാൻ രേണുവിനെ ഇവിടെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് രേണുവിൻ്റെ ദുബായ് യാത്രയെക്കുറിച്ചും മറ്റു കാര്യങ്ങളും അവർ തന്നെ യൂട്യൂബിൽ വന്നിട്ട് ചാനലിൽ വന്ന് ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങളെടുത്താണ് നമ്മൾ ഇവിടെ റിയാക്ഷൻ അവതരിപ്പിക്കുന്നത്. അതിനെന്തിനാ നമ്മുടെ നേരെ മറ്റുള്ളവർ വരുന്നത്? വന്നാലും ഇവിടെ ഒന്നുമില്ല, നമുക്കെത്രയൊക്കെ ഉള്ളൂ, നിങ്ങളെയൊക്കെ പോലുള്ളവർ. നമ്മുടെ വില കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണുസുതി റീൽസ് ചെയ്തു. കോഴിക്കോട് ദാസൻ എന്ന് പറഞ്ഞ ആളുടെ കൂടെ റീൽസ് ചെയ്തു. കോഴിക്കോട് ദാസൻ എന്ന പേര് ഞാൻ കേൾക്കുന്നത് രേണുസുതിയുടെ കൂടെ ഒരു ചാന്തുപൊട്ടിലെ രംഗം അവതരിപ്പിച്ചപ്പോഴാണ്. ആളുടെ പടവും ആളയുടെ പറ്റി അറിയുന്നത്. അങ്ങനെ ഒരാളെ പറ്റി പ്രസിദ്ധിയുള്ള ഒരു കലാകാരനൊന്നുമല്ല. അതിനേക്കാൾ പ്രസിദ്ധരായ പലരും കോഴിക്കോടുണ്ട്. എൻ്റെ സ്വന്തം നാടാണ് കോഴിക്കോട്. കോഴിക്കോട്ടുകാരുടെ സ്വന്തം നാടായ കോഴിക്കോട്ടുകാരിയാണ് ഞാൻ അവരുടെ ആ വീഡിയോയെക്കുറിച്ചൊന്നും റിയാക്ഷൻ ചെയ്തിട്ടുമില്ല. പക്ഷേ അദ്ദേഹമാണ് പറയുന്നത്, അദ്ദേഹമാണ് രേണുസുതിയെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു റീൽസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാന്തുപൊട്ടിലെ പാട്ട് വെച്ചിട്ട് അവരൊരു റീൽസ് ചെയ്തിട്ട് വൈറലായി എന്നാണ് അറിയാൻ പറ്റിയത്. ആവാം, ആയിക്കോട്ടെ, അതിനെന്താ, നമുക്കൊന്നുമില്ല. അവർ വൈറലായാൽ അവർക്ക് കാശ് കിട്ടും, അവർക്ക് ചാൻസുകൾ കിട്ടും, അത്രയേ ഉള്ളൂ. അതിന് എനിക്കൊരു അസൂയയും കുശുമ്പും ഇല്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ വന്ന്, ഇന്നലെ ഇട്ട വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു സ്ത്രീ ഉഷ ചെല്ലമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിൻ്റെ കഴപ്പാണെന്ന്. ഞാനും അതാ ചോദിക്കുന്നത്, ഉഷ ചെല്ലമ്മ, നിനക്കെന്തിൻ്റെ കഴപ്പാ? നീ ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ലാത്ത എൻ്റെ ഈ ചാനലിൽ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടത് കൊണ്ട്, ഞാൻ എടുത്ത എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇട്ടത് കൊണ്ട് നിനക്ക് കാശ് വല്ലതും തരുവോ രേണു? ഇല്ലല്ലോ. ഞാൻ ഒരു കലാകാരിയായിരുന്നു, ഇപ്പോഴും കലാകാരിയാണ്. രേണു ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ, കലാകാരി എന്ന പേരിലോട്ട് വരുന്നേ ഉള്ളൂ. അവൾ കലാകാരി ആകണമെങ്കിൽ അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് അവർക്കിവിടെ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. കുറച്ച് റീൽസ് ചെയ്തത് കൊണ്ടോ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ടോ ഒരാളും കലാകാരിയാവില്ല. അതിന് കൊലാകാരി എന്നാണ് പറയുക, കലയെ കൊല്ലുന്നവർ. അല്ലാണ്ട് അതിനെ കലാകാരി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ പറയാനേ പറ്റില്ല. ആർക്കാ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് ചെയ്തു. ഒന്ന് കാണട്ടെ, വരൂ എല്ലാവരും. എന്ത് ചെയ്യാനാ നിങ്ങൾ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഇവിടെ കുറേ പാതി തുണിയിലൊക്കെ
പാതിത്തുണി എന്ന് പറയുമ്പോൾ ഇനി അതിൽ പിടിച്ച് കയറി വരണ്ട. അതായത് സ്ലീവ്ലെസ് ആയിട്ടും ഫുള്ളായിട്ട് മാറു മറയ്ക്കാതെയും അവർ റിയാലിറ്റി ഷോ പോലെ ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് പിടിച്ച് കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമാണ് അവർ തിരഞ്ഞെടുത്തത്. അഭിമാനത്തോടെ അവർ പറയുന്നുണ്ടായിരുന്നു, അവർ കയറി വന്ന വഴികൾ, അവരെ ഒരുപാട് പേര് അവരെ അടിച്ചമർത്താൻ നോക്കിയപ്പോൾ അവർ അതിലും ശക്തിയായിട്ട് കയറി വന്നു. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം വീണ്ടും പഴയതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അവിടെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, റീൽസ് ഇടുന്നു, അല്ലാതെ തന്നെ വന്നിട്ട് സ്വയമേവ ചില കാര്യങ്ങൾ പറയുന്നു. അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടല്ലാതെ പുറം ലോകം അറിയില്ലല്ലോ. യൂട്യൂബിൽ അവരുടെ കാര്യവും പറഞ്ഞ് അവരും കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും വീഡിയോ ഇട്ടത് കൊണ്ടാണ് അവരെക്കുറിച്ച് പലരും അറിഞ്ഞിരിക്കുന്നത്. അവരാരാണ്, ഏത് തരത്തിലുള്ളതാണ്, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അല്ലാതെ ഇവിടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരോ ഒന്നും അവരെക്കുറിച്ച് അവരെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഇട്ടവരല്ല. കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ്. അവർ അവരുടെ ചാനലിന് റീച്ച് കിട്ടാനാണ് അവരിട്ടിരിക്കുന്നത്. അല്ലാതെ രേണുവിന് കാശ് കിട്ടാനാണോ? രേണുവിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പൈസ കൊടുക്കും, ഇത്ര രൂപ തരാം ചേച്ചി, ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അല്ലാണ്ട് രേണു ഇങ്ങോട്ട് വന്ന് ഇന്റർവ്യൂ കൊടുത്തതായിരിക്കില്ല. ഒരു 3000 രൂപ കൊടുത്താൽ രേണു ഇന്റർവ്യൂവിന് വന്നിരിക്കും, 2000 കൊടുത്താലും രേണു വന്നിരിക്കും. അതിൽ കൂടുതൽ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് രേണുവിൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് മില്യൺ കണക്കിന് ആളുകൾ കണ്ടിട്ട് ഇവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. രേണു വന്നിറങ്ങിയ സമയം മുതൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇവരുടെ ഇന്റർവ്യൂ എടുത്ത് ഇവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഒരുപാട് റീൽസ് ചെയ്തു. അവരുടെ അഭിനയത്തിന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലായപ്പം അവരെ വെച്ച് ഷോർട്ട് മൂവി ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിൽ നിന്നെല്ലാം വരുമാനം കിട്ടുന്നത് ഇതെല്ലാം ചെയ്യുന്നവർക്കാണ്, അല്ലാതെ എനിക്കോ എന്നെ പോലെ വീഡിയോ ചെയ്യുന്നവർക്കോ അല്ല. പിന്നൊരു കാര്യം, അവരെ പറ്റി നല്ല 100% ക്ലിയർ ആണ് എന്ന് അറിയുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ അവർ വന്നിട്ട് ഇവിടെ കമൻറ്റിനടി ഇടുന്നത്, വീഡിയോക്കിടയിൽ വന്ന് കമൻ്റ് ഇട്ടിട്ട് പോകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അവരെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ്? നമ്മളൊന്നുമില്ലെങ്കിലും അവരുടെ വീഡിയോ, അവർ പറയുന്നത്, അവർ പോയ ഇടങ്ങൾ എല്ലാം കണ്ട് കേട്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എന്നെപ്പോലുള്ള മറ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും വീഡിയോ ചെയ്തിടുന്നത് അങ്ങനെയാണ്. രേണുവെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടത് കൊണ്ട് നമ്മളങ്ങ് ഉയർച്ചയിലെത്തുകയോ മാസം വരുമാനം വരികയോ നമുക്ക് ശമ്പളമായിട്ട് ആരും കൊണ്ടുതരികയോ ഒന്നുമില്ല. നമ്മുടെ ഫോണിൽ നമ്മൾ എടുക്കുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ ചാനലിൽ, അത്രമാത്രം. കുറച്ച് പേര് വന്നിട്ട് നിനക്കെന്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചു. സത്യം പറയാലോ, എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരൊറ്റ സൂക്കേട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു അസുഖവും എനിക്കില്ല. വീഡിയോ ഇടണം, വീഡിയോ എടുക്കണം, പോസ്റ്റ് ഇടണം, ആ സൂക്കേട്, അതൊരു സൂക്കേടായിട്ട് നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു അസുഖമാണ്. എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചതിനുള്ള മറുപടി ഇതാണ് എൻ്റെ സൂക്കേട്. അതിന് മരുന്നൊന്നുമില്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടാൽ മാത്രമാണ് അതിന് ശമനം ഉണ്ടാവുക. ഇന്നലെ ചോദിച്ച ആളോടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിടുന്നു, ആ സൂക്കേട് എനിക്ക് മാറുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ രേണു തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ദുബായിലേക്ക് വന്നിട്ട് ബാറിൽ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞ് പലരും വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. റീച്ച് കിട്ടാൻ വേണ്ടി എന്നെ വെച്ച് വീഡിയോ ചെയ്തിടുന്നവരാണെന്ന്. രേണു ദുബായിൽ പോയി ഉദ്ഘാടനം ചെയ്തു, അവിടെ ഡാൻസ് ചെയ്തു, അതിന് രേണുവിന് പ്രതിഫലം കിട്ടും. പ്രതിഫലം പറഞ്ഞാണല്ലോ രേണു പോയിരിക്കുന്നത്. അത് വന്ന് രേണു തന്നെ ഇവിടെ റീൽസിൽ ഇട്ടാൽ, ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്നവർ അതേക്കുറിച്ച് വീഡിയോ ചെയ്തിടും. അപ്പോൾ നമ്മുടെ വീഡിയോ പലരും കാണുമ്പോഴും നിനക്ക് തന്നെ ഗുണം, അല്ലാണ്ട് ഞങ്ങൾക്കല്ല. പിന്നെ ഇത് പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ടില്ലേ? അപ്പം നീ 10-ാം തീയതി വരെ രേണു അവിടെ തന്നെ കാണും.
25-ന് പോയി 10-ാം തീയതി വരെ. 15 ദിവസത്തേക്ക് പോയി. 15 ദിവസം രേണുവിന് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ഉറങ്ങി പരിപാടികൾ അവിടെ ചെയ്ത് കാശൊക്കെ വാങ്ങിയിട്ട് വന്നോളൂ. നമുക്കാർക്കും നിങ്ങളുടെ കാശൊന്നും വേണ്ട. ഞങ്ങൾ ജോലി ചെയ്യും, ഞങ്ങൾ വരുമാനം ഉണ്ടാക്കും കേട്ടോ. പിന്നെ സ്വന്തം നിലമറന്ന് ഒരിക്കലും കളിക്കാൻ നിൽക്കരുത്. ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ കൂടിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന മദ്യപിക്കുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ മുമ്പിൽ അവരെ സന്തോഷിപ്പിക്കാനാണ് രേണു അവിടെ പോയിട്ട് ഡാൻസ് ചെയ്തത് അല്ലേ? അല്ല എന്ന് രേണുവിന് പറയാൻ പറ്റുമോ? അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ തന്നെയാണ് രേണുവിനെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയത്. രേണുവിന് അതിനുള്ള പ്രതിഫലവും കിട്ടിക്കാണുമല്ലോ. രേണു അതേക്കുറിച്ചൊന്നും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല. രേണു പറഞ്ഞതുകൊണ്ട് നമ്മൾ യൂട്യൂബ് നോക്കുന്നവരെല്ലാവരും അറിഞ്ഞു. അത് വെച്ചിട്ട് നമ്മളൊക്കെ ഒരു കണ്ടന്റ് എടുത്തു, വീഡിയോ ചെയ്തിടുന്നു, അത്രമാത്രം. അതാണ് അതിൻ്റെ ശരി. പിന്നെ ഭർത്താവ് മരിക്കുന്നതും നമ്മൾക്ക് ജീവിക്കാൻ പണം കയ്യിലില്ലാണ്ടാവുന്നതും ഒക്കെ സർവ്വസാധാരണമാണ്. രേണു എന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല. ഒരുപാട് പേരുടെ ഭർത്താക്കന്മാർ മരിച്ചിട്ട് മക്കളെ വളർത്താൻ അവർ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ടാകും. അല്ലാതെ വീട്ടിലിരുന്ന് സ്വന്തം വരുമാനം കണ്ടെത്താനുള്ള പണി ചെയ്യുന്നവരുണ്ടാകും. അതുപോലെ അല്ലാണ്ട് രേണുവിനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അച്ഛനെ അമ്മയെ അതെല്ലാ മക്കൾക്കും നോക്കണം. എല്ലാ മക്കളും നമ്മുടെ അച്ഛനെയും അമ്മയെയും നോക്കണം. ഇന്നത്തെ കാലത്ത് മക്കൾ സാധാരണ നോട്ടം കുറവാണ്. അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി വിടുകയാണ്. രേണുവിന് എന്തായാലും അങ്ങനെ ഒരു ഗതി വരില്ല. രേണുവിനെ രേണുവിൻ്റെ മക്കൾ നോക്കും, രേണുവിൻ്റെ മാതാപിതാക്കളെ നോക്കും. കുട്ടികൾ അത് കണ്ട് വളരുമ്പോൾ കുട്ടികൾ രേണുവിനെയും നോക്കും. ശരിയല്ലേ? പിന്നെ രേണു തന്നെയാണ് രേണുവിൻ്റെ വില കളയുന്നത്. ബാറിലൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ടോ ഹോട്ടലിൽ ഇപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ രേണു കളിക്കും എന്ന് തോന്നുന്നില്ല. അങ്ങ് ദുബായിലാകുമ്പോൾ നല്ല പണം കിട്ടി, ഇവിടെ അത്രയൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഡാൻസ് കളിച്ചിട്ട് കാശ് കിട്ടിയെങ്കിൽ നിങ്ങൾ കഴിഞ്ഞോളൂ, കാശ് വാങ്ങിച്ചിട്ട്. നമുക്കാർക്കും നിങ്ങളുടെ കാശ് വേണ്ട. ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന ആർക്കും നിന്റെ കാശ് വേണ്ട കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചു, കണ്ണ് പോലും കണ്ണിന് കാഴ്ചയില്ലാതെ, കണ്ണ് കാണാൻ വയ്യാതെ വീഡിയോ ചെയ്യുന്നു. എൻ്റെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല, എനിക്ക് നല്ല കാഴ്ചയുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞ ആള് വീഡിയോ കാണുകയാണെങ്കിൽ കേട്ടോളൂ. ഞാൻ കണ്ണ് കാണാതെ കണ്ണ് തുറന്നിരിക്കല്ല. എനിക്ക് കാഴ്ചയില്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ പറയാൻ നിൽക്കില്ല. കാഴ്ചയില്ലെങ്കിൽ ഞാൻ അതിൻ്റെതായ ചികിത്സ തേടിയിട്ട് കാഴ്ച കിട്ടാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം ഞാൻ തേടിയെത്തും. ഈ മെസ്സേജ് ഇട്ട, ഈ കമൻ്റ് ഇട്ട ആളെ ഒന്നും അന്വേഷിച്ച് ഞാൻ വരില്ല. എനിക്ക് ഈ കാഴ്ച പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാഴ്ച തിരിച്ചെടുക്കാൻ, ചികിത്സിക്കാൻ എനിക്ക് കഴിവുണ്ട്. എൻ്റെ കഴിവ് എൻ്റെ കാഴ്ചയെ തിരിച്ചെടുക്കാൻ തന്നെയാണ്. എനിക്ക് കാഴ്ചക്കുറവൊന്നുമില്ല. ഈ കണ്ണട വെച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാഴ്ചയില്ലാത്തവരും ഒന്നുമല്ല. കണ്ണിന് കാഴ്ച പോലും ഇല്ല എന്നിട്ടും കുറ്റം പറയുന്നു. ഞാൻ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല പെണ്ണെ, ഞാൻ കുറ്റമല്ല പറഞ്ഞത്. അവരിട്ടിരിക്കുന്ന വീഡിയോയെ കേട്ടു, കണ്ടു, പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇല്ല.